ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ വാലാ സുമ്മ അമ്മാ ബഅദ്. നമ്മൾ ബുലൂഗുൽ മറാമിൽ ബാബു സുത്രത്തുൽ മുസല്ലി അല്ലേ, അതിലെ ഹദീസുകളാണ് പഠിക്കുന്നത്. ആ അധ്യായത്തിൽ 3 ഹദീസുകൾ കൂടി ബാക്കിയുണ്ട്. അതിനുശേഷം അൽ ഖുശൂഉ ഫി സ്വലാ അല്ലേ. ഹദീസ് 1, വൻ അബി സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സ്വല്ല അഹദുകും ഇലാ ഷൈഇൻ യസ്തുറുഹു മിനൻ നാസ് ഫഅറാദ അഹദുൻ അൻ യജ്താസ ബൈന യദൈഹി ഫല്യദ്ഫഉഹു ഫഇൻ അബാ ഫല്യുഖാതിൽഹു ഫഇന്നമാ ഹുവ ശൈത്വാനുൻ മുത്തഫഖുൻ അലൈഹി വഫി റിവായത്തിൻ ഫഇന്ന മഅഹു അൽ ഖരീൻ. വഅൻ അബി സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു, അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിൽ നിവേദനം. നമുക്ക് വന്ന റാവിയാണ് അബൂ സഈദ്, മാലിക് ബിൻ സിനാൻ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ സ്വല്ല അഹദുകും, നിങ്ങളിൽ ഒരാൾ നമസ്കരിച്ചാൽ, ഇലാ ഷൈഇൻ എന്നാണ് എന്താ, ഒരു വസ്തുവിലേക്ക്, ഒരു വസ്തുവെ മറയാക്കി സുത്രയാക്കിയിട്ട് നിങ്ങൾ നമസ്കരിച്ചാൽ, അതാണ് ഉദ്ദേശം. അതാ ഇലാ ഷൈഇൻ യസ്തുറുഹു, യസ്തുറുഹു എന്നാൽ അവനെ മറക്കുന്ന, സിത്തർ എന്ന് പറഞ്ഞാൽ മറക്കൽ, യസ്തുറുഹു തന്നെ മറക്കുന്ന, മിനന്നാസ് ജനങ്ങളിൽ നിന്ന്. അപ്പോൾ ജനങ്ങളെ തൊട്ട് തന്നെ മറക്കുന്ന ഒരു വസ്തുവിലേക്ക് നിങ്ങളിൽ ഒരാൾ നമസ്കരിച്ചാൽ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഒരാൾ സൂത്ര വെച്ചിട്ട് നിസ്കരിച്ചാൽ, ജനങ്ങൾ മുന്നിലൂടെ നടന്നു പോകാതിരിക്കുവാൻ ഒരു സൂത്ര വെച്ചിട്ട് ഒരാൾ നിസ്കരിക്കണം. അതാണ് ഇദാ സ്വല്ല അഹദുകും ഇലാ ഷൈഇൻ യസ്തുറുഹു മിനന്നാസ് ഫഅറാദ അഹദുൻ അൻ യജ്താസ്. ഫഅറാദ അപ്പോൾ ഉദ്ദേശിച്ചു, അഹദുൻ വല്ലവരും, അഹദുൻ എന്ന വല്ലവരും, അൻ യജ്താസ ബൈന യദൈഹി അവൻ്റെ മുന്നിലൂടെ, അൻ യജ്താസ് ആണ് അൻ യമുറ വിട്ടുകിടക്കാൻ, നടന്നു പോകുവാൻ, അൻ യജ്താസ ബൈന യദൈഹി അൻ യഅബുറ ബൈന യദൈഹി അല്ലെങ്കിൽ അൻ യമുറ ബൈന യദൈഹി അവൻ്റെ മുന്നിലൂടെ നടന്നു പോകുവാൻ, കടന്നു പോകുവാൻ വല്ലവരും ഉദ്ദേശിക്കുകയും ചെയ്താൽ, ഫലിയദ്ഫഉഹു അവൻ ആ കടന്നു പോകുവാൻ ഉദ്ദേശിക്കുന്നവനെ ഫലിയദ്ഫഉഹു തടുക്കട്ടെ, ഫലിയംനഉഹു ഫലിയദ്ഫഉഹു അവനെ തടുക്കട്ടെ. ഫഇൻ അബ കടന്നു പോകുവാൻ ഉദ്ദേശിക്കുന്നവന് വിസമ്മതിച്ചാൽ, ഫൈൻ അബ അവന് വിസമ്മതിച്ചാൽ, ഫല്യുഖാതിൽഹു അവനോട് മുഖാത്തലത്ത് നടത്തട്ടെ. ഫല്യുഖാതിൽഹു എന്ന് പറഞ്ഞാൽ ഖിതാൽ നടത്തട്ടെ, മുഖാത്തലത്ത്. എൻ്റെ ഉദ്ദേശം നമുക്ക് പറയാം. ഫഇന്നമാ ഹുവ ശൈത്വാൻ, ഫഇന്നമാ കാരണം, ഹുവ ശൈത്താനൻ അവൻ ഷെയ്ത്താനാണ്. മുത്തഫഖുൻ അലൈഹി. ഈ ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും അബൂ സഈദ് അൽ ഖുദ്രിയിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസാണ്. വഫി റിവായത്തിൻ മറ്റൊരു റിവായത്തിൽ, ഈ ഹദീസിൻ്റെ മറ്റൊരു റിവായത്തിൽ, ഫഇന്ന മഅഹുൽ ഖരീൻ, ഫഇന്നമ ഹുവ ഷൈത്താൻ എന്നുള്ളതിന് പകരം ഫഇന്ന മഅഹു കാരണം അവൻ്റെ കൂടെയുണ്ട്, അൽ ഖരീനുണ്ട്. അവൻ്റെ കൂടെ ഈ കടന്നു പോകുവാൻ ഉദ്ദേശിക്കുന്നവൻ്റെ കൂടെയുണ്ട് അൽ ഖരീനുണ്ട്. പക്ഷേ അല്ലാതെ എന്താണെന്ന് പറയാം. ഇപ്പം ഹദീസ് അബൂ സഈദ് അൽ ഖുദ്രിയിൽ നിന്നാണ്. ഇദാ സല്ല അഹദുകും ഇലാ ഷൈഇൻ യസ്തുറുഹു മിനന്നാസ് ജനങ്ങളിൽ നിന്ന് തന്നെ മറക്കുന്ന ഒരു വസ്തുവിലേക്ക്, ഒരു സുത്രയിലേക്ക് നിങ്ങളിൽ ഒരാൾ നമസ്കരിച്ചാൽ, ആ നിസ്കാരം ഫറളായാലും സുന്നത്തായാലും ഏത് നിസ്കാരമായാലും, ഇലാ ഷൈഇൻ എന്നാണ് ഒരു വസ്തുവിലേക്ക്. ആ വസ്തു വലിയ വസ്തു ആകട്ടെ, ചെറിയ വസ്തു ആകട്ടെ, എന്ത് ഒരു വസ്തുവിലേക്കും. അപ്പോൾ സുത്രയുടെ അനിവാര്യതയാണ് അറിയിക്കുന്നത്. എന്തെങ്കിലും ഒരു വസ്തു വെച്ചിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, നിസ്കരിക്കേണ്ടത് എന്നുള്ളതാണ് അറിയിക്കുന്നത്.
അങ്ങനെ നമസ്കരിക്കുകയായി. ഫഅറാദ അഹദുൻ അൻ യജ്താസ്, വല്ലവരും ബൈനയദൈഹി, അവൻ്റെ മുന്നിലൂടെ വിട്ടുകടക്കുവാൻ, കടന്നു പോകുവാൻ ഉദ്ദേശിക്കുകയുമായാൽ. അവിടെ വല്ലവരും എന്ന് പറഞ്ഞാൽ ആരാ? ഫഅറാദ അഹദ് എന്ന് പറഞ്ഞാൽ വല്ലവരും എന്ന് പറഞ്ഞാൽ ആണാകട്ടെ പെണ്ണാകട്ടെ വലിയവനാകട്ടെ കുട്ടിയാകട്ടെ അതല്ലെങ്കിൽ വല്ല മൃഗങ്ങളാകട്ടെ. ഫഅറാദ അഹദുൻ, വല്ലവരും അൻ യജ്താസ ബൈന യദൈഹി, അവൻ്റെ മുന്നിലൂടെ കടന്നു പോകുവാൻ ഉദ്ദേശിച്ചാൽ എന്താ? ഫല്യദ്ഫഉഹു, അവനെ തടുക്കട്ടെ. അതാണ് അതിൻ്റെ ജവാബ്. ഇദാ സല്ല എന്നുള്ള ജവാബ്. ഈ ആതിഫത്താണ്. ഫല്യദ്ഫഉഹു, അവനെ തടുക്കട്ടെ. ഫഇൻ അബ, ഈ കടന്നു പോകുവാൻ ഉദ്ദേശിക്കുന്നവൻ വിസമ്മതിച്ചാൽ ഫല്യുഖാതിൽഹു, അവനോട് ഖിതാൽ നടത്തട്ടെ. ഖിതാൽ നടത്തട്ടെ എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ഖിതാൽ എന്ന് പറഞ്ഞാൽ ആയുധം ഉപയോഗിക്കാനല്ല, തോക്കെടുത്തിട്ട് വെടിയേക്കാനല്ല, പിന്നെയോ ശക്തമായിട്ട് തടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഖാതല എന്നുള്ളത് പല അർത്ഥങ്ങൾക്ക് പ്രയോഗിക്കും. ഇപ്പോൾ രണ്ടാൾ അടിപിടി കൂടിന് ഖിതാൽ എന്ന് പറയും, മനസ്സിലല്ലേ? അതേപോലെ തന്നെ ശപിക്കുന്നതിന് ശകാരിക്കുന്നതിന് ഖാതല പ്രയോഗിക്കും. ഖാതല അല്ലാഹുൽ യഹൂദ വൻ നസാറ, യഹൂദ ക്രൈസ്തവരെ അള്ളാഹു ശപിക്കട്ടെ. അവിടെ ഖാതല പ്രയോഗിച്ച്, മനസ്സിലായി? ചിലർ ഫല്യുഖാതിൽഹു, അവനോട് വാക്കേറിയട്ടെ എന്നുള്ള അർത്ഥത്തിൽ അത് പ്രയോഗിച്ചിട്ടുണ്ട്. അത് ശരിയല്ല. കാരണം നിസ്കാരം തന്നെ എന്ത് ചെയ്യും? ബാത്തിലാകും. അതായത് മുന്നിലൂടെ നടന്നു പോവുകയാണെങ്കിൽ ചങ്ങായി അവിടുന്ന്, ഞാൻ നിസ്കരിക്കണ കണ്ടില്ല, അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ മനസ്സിലാക്കണ ഇത് തെറ്റാണ്. ഫല്യുഖാതിൽഹു എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം ശക്തമായിട്ട് ചെറുക്കട്ടെ എന്നാണ്. ശക്തമായിട്ട് ചെറുക്കട്ടെ. ഇവിടെ ഫല്യദ്ഫഉഹു എന്ന് പറഞ്ഞാൽ തടയാണ്, നടന്നു പോകാൻ കഴിയാതെ അവനെ തടുക്കാനാണ്. അവന് വിസമ്മതിക്കുകയാണെങ്കിൽ ഫല്യുഖാതിൽഹു, ശക്തമായിട്ട് തടുക്കട്ടെ എന്നാണ്. ശക്തമായിട്ട് തടുക്കട്ടെ, അല്ലാതെ ശപിക്കട്ടെ എന്നുള്ള അർത്ഥത്തിലല്ല, ആയുധം എടുത്തിട്ട് പോരാടട്ടെ എന്നുള്ള അർത്ഥത്തിലുമല്ല. ഫൈൻ അബ ഫല്യുഖാതിൽഹു ഫഇന്നമാ ഹുവ ശൈത്താൻ, കാരണം അവന് ശൈത്താനാകുന്നു. ഇവിടെ ശൈത്താൻ എന്ന് പറഞ്ഞാൽ, ശൈത്താൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യരിൽ ശൈത്താനുണ്ട്, ജിന്നുകളിലും ശൈത്താനുണ്ട്. മനുഷ്യരിൽ ശൈത്താനുണ്ട്, ജിന്നുകളിലും ശൈത്താനുണ്ട്. ആരാ മനുഷ്യരിലും ജിന്നുകളിലും ശൈത്താന്മാർ? ധിക്കാരികളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഷയാത്തീനുൽ ഇൻസി വൽ ജിൻ, മനുഷ്യരിലെ ശൈത്താന്മാർ ജിന്നുകളിലെ ശൈത്താന്മാർ. മനുഷ്യരിലും അപ്പോൾ ശൈത്താനുണ്ട്, ജിന്നുകളിലും ശൈത്താനുണ്ട്. മനുഷ്യരിലും ജിന്നുകളിലുള്ള ശൈത്താന്മാരാരാ? ധിക്കാരികളാണ്. ആ ഒരു ഉദ്ദേശത്തിലാണ്. പിന്നെ അള്ളാഹുവിൽ നിന്ന് ദൂരപ്പെടുത്തുന്ന, ഇപ്പോൾ ഈ ബഊദ, ഈ ഷെയ്ത്താൻ എന്നുള്ളതിൻ്റെ അസലായ പ്രയോഗം ഉണ്ടല്ലോ, ഷെയ്ത്താൻ എന്നുള്ളത് ഷതുന എന്നുള്ളതാണ് അതിൻ്റെ ക്രിയ ഒന്ന്. ഷതുന എന്ന് പറഞ്ഞാൽ ബഊദ എന്നാണ്. ബഊദ, പടച്ചോൻ്റെ കാരുണ്യത്തിൽ നിന്ന് ദൂരപ്പെട്ടവനാണ് ഷെയ്ത്താൻ. സ്വർഗത്തിൽ നിന്ന് ദൂരപ്പെട്ടവനാണ് ആര്? ഷെയ്ത്താൻ. നന്മകളിൽ നിന്ന് ദൂരപ്പെട്ടവനാണ് ആര്? ഷെയ്ത്താൻ. അതുകൊണ്ടാണ് അകന്നു എന്ന അർത്ഥത്തിലുള്ള ഷതുന എന്ന ക്രിയയിൽ നിന്ന് ഷെയ്ത്താൻ എന്ന പേര് വന്നത്. ഷെയ്ത്താനിന്, പിശാചിന്. അള്ളാഹിൻ്റെ കാരുണ്യത്തിൽ നിന്ന് ദൂരപ്പെട്ടവനാണ്, സ്വർഗത്തിൽ നിന്ന് അകറ്റപ്പെട്ടവനാണ്, സൽപ്രവൃത്തികളിൽ നിന്ന് നന്മകളിൽ നിന്ന് ദൂരപ്പെട്ടവനാണ് ആര്? ഷെയ്ത്താൻ. ഷെയ്ത്താൻ്റെ പണി അതാണ്. ഒരു മനുഷ്യനെ നന്മയിൽ നിന്ന് ദൂരപ്പെടുത്തുക, നന്മയിൽ നിന്ന് തടയുക എന്നുള്ളത്. അലത്താവില്ല, നന്മയിൽ നിന്ന് തടയുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ നന്മയിൽ നിന്ന് തടയുന്ന, നല്ലതിന് വിലങ്ങാകുന്ന, അതിനൊക്കെ എന്ത് പറയും? ഷെയ്ത്താൻ എന്ന് പറയും. ഒരു യുവാവ് ഒരു പ്രാവിൻ്റെ പിന്നാലെ ഇങ്ങനെ പോണുണ്ട്. പ്രാവിനെ പിടിക്കാൻ പറ്റണമെങ്കിൽ എങ്ങനെ? പ്രാവ് നിന്ന് തരുമോ പിടിക്കാൻ വേണ്ടിയിട്ട്? ഇല്ല. അപ്പോൾ ഒരു ചങ്ങാതി എന്ത് ചെയ്ത് പ്രാവിൻ്റെ പിന്നാലെ നടക്കുകയാണ്. പ്രാവാണെങ്കിൽ ഇവൻ അടുക്കുന്നതിനനുസരിച്ച് പ്രാവ് പാറും. അപ്പോൾ ഇവൻ അതിൻ്റെ പിന്നാലെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഷെയ്ത്താനുൻ യത്ബഉ ഷെയ്ത്താന, ഷെയ്ത്താനുൻ യത്ബഉ ഷെയ്ത്താന, ഒരു ഷെയ്ത്താൻ മറ്റൊരു ഷെയ്ത്താനെ പിന്തുടരുന്നു എന്ന് പറഞ്ഞു. ഈ പ്രാവിനെ, ഹമാമിനെ കുറിച്ച് റസൂൽ പറഞ്ഞത് ഷെയ്ത്താൻ എന്നാണ്, സ്ത്രീലിംഗമായിട്ടാണ്. ഈ ചങ്ങാതിനെ കുറിച്ച് പറഞ്ഞത് ഷെയ്ത്താൻ എന്നാണ്. ഷെയ്ത്താനെ പിന്തുടരുന്നു എന്ന് പറഞ്ഞു. ഹദീസ് സഹിഹാണ്. അപ്പോൾ ഉദ്ദേശം എന്താ?
ഈ മനുഷ്യന് വെറുതെ ഉപകാരമില്ലാത്ത കാര്യത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഇവൻ പോണത്. അത് ശൈത്താൻ്റെ പണിയാണ് അല്ലേ? ആര് കാരണത്താലാണ് ഇപ്പം പോണത്? ആ പ്രാവ് കാരണത്താൽ. പ്രാവാണ് ഇവൻ എന്ത് ചെയ്യണത്? ഉപകാരമില്ലാത്തതിൽ തളച്ചിട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഷൈത്താനു യത്ബഉ ഷൈത്താനാണ്. അപ്പോൾ ആ ഒരു ഉദ്ദേശം ഇവിടെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഈ ഷൈത്താൻ എന്നുള്ളതിന്. കത്തിക്കരിഞ്ഞു എന്നർത്ഥമുള്ള ഷാപ്പ എന്ന ക്രിയയിൽ നിന്ന് അതിൻ്റെ ഫഅലാൻ വസനായിട്ട് ഷൈത്താൻ പ്രയോഗിക്കും. കരിഞ്ഞു ഇഹ്തറക്ക എന്നർത്ഥമുണ്ട് ഷാപ്പ എന്നുള്ളതിന്. അതിൻ്റെ ഫഅലാൻ വസന് ഷൈത്താൻ, കത്തിയവൻ, കരിഞ്ഞവൻ എന്ന അർത്ഥത്തിലൊക്കെ. അപ്പോൾ തീയിനാൽ സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ളൊരു മാനയിൽ ഷൈത്താന് ആ അർത്ഥത്തിലും പ്രയോഗിക്കും. ഫഅലാൻ വസൻ ഷൈത്താൻ, ഷാത്ത എന്നുള്ള ക്രിയൻ്റെ. ഏതായാലും ഈ ഷൈത്താൻ എന്നുള്ള പ്രയോഗം അതിൻ്റെ അസിൽ എന്ത് എന്നുള്ളതാണ്. ഭാഷാ പണ്ഡിതന്മാർ പറഞ്ഞ് രണ്ട് രീതിയിൽ അത് വരാം. ഒന്നുകിൽ ഷത്തുന എന്നതിൽ നിന്ന്, അല്ലെങ്കിൽ ഷാപ്പ എന്നതിൽ നിന്ന്. രണ്ടായാലും ഷൈത്താനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? രണ്ടും കൃത്യമാണ്. ഈ വ്യക്തിനെ കുറിച്ച് പറഞ്ഞത് ഫൈനമാ ഹുവ ഷൈത്താൻ, അവൻ ഷൈത്താനാവുന്നു. കാരണം അവനെന്താ ചെയ്യണത്? സൂത്ര വെച്ച് നിസ്കരിക്കണവനെ ആ നിസ്കാരത്തിൽ എന്ത് ചെയ്യണം? അശ്രദ്ധമാക്കാനും അവൻ്റെ പ്രതിഫലം കുറക്കാനും എന്ത് ചെയ്യാണ്? അവന് വരികയാണല്ലോ. കൊണ്ടാണ് ഷൈത്താൻ എന്ന് പറഞ്ഞത്. ഇവിടെ ഇത് മുത്തഫഖുൻ അലൈഹിയാണ്. ഈ ഹദീസ് മുത്തഫഖുൻ അലൈഹിയാണ് എന്ന് പറഞ്ഞാൽ എന്താ? അബൂ സഈദ് അൽ ഖുദ്രിയിൽ നിന്ന് ആരൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വഫി റിവായത്തിൽ, മറ്റൊരു റിവായത്തിൽ ഫൈന്ന മഅഹുൽ ഖരീൻ, ഫൈന്ന മഅഹു, കാരണം തടുക്കാൻ പറഞ്ഞില്ലേ? വിസമ്മതിക്കുകയാണെങ്കിൽ മുഖാത്തല നടത്താൻ പറഞ്ഞില്ലേ? അതിൻ്റെ കാരണം തഅലീൽ പറയാണ്. കാരണം മഅഹു, അവൻ്റെ കൂടെയുണ്ട്, ഈ നടന്നു വരുന്നവൻ്റെ കൂടെയുണ്ട് അൽ ഖരീൻ, ഖരീനുണ്ട്. ഖരീൻ എന്താ? ഖരീൻ എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യരോടൊപ്പവും അവൻ്റെ കൂടെ എന്തുണ്ട്? ഒരു ഷൈത്താൻ ഉണ്ട്. ഓരോ മനുഷ്യരുടെയും കൂടെ എന്തുണ്ട്? ഷൈത്താനുണ്ട്. മനസ്സിലല്ലേ? ആ ഷൈത്താനാണ് മനുഷ്യൻ എന്ത് ചെയ്യണത്? തെറ്റിലേക്ക് പ്രേരിപ്പിക്കണം. അതെല്ലാവരുടെ കൂടെയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എൻ്റെ കൂടെ ഉണ്ട്, പക്ഷേ എന്നെ എന്ത് ചെയ്ത്? പിന്നെ എനിക്ക് അവനെ കീഴ്പ്പെടുത്തെന്ന് അവൻ ഇസ്ലാം സ്വീകരിച്ചു. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തെറ്റിന് പ്രേരിപ്പിക്കുക എന്നുള്ളതില്ല. അതേസമയം മനുഷ്യരോടൊപ്പമൊക്കെ എന്തുണ്ട്? മനുഷ്യരോടൊപ്പം ഒരു ഖരീനുണ്ട്. മനസ്സിലായില്ലേ? കൂടെ. ഖരീൻ എന്ന് പറഞ്ഞാൽ മുഖാരിൻ എന്ന് പറഞ്ഞാൽ മുസാഹിബ് എന്ന് പറഞ്ഞാൽ കൂടെ അനുഗമിക്കുന്നത് എന്നാണ്. അപ്പം മനുഷ്യരെ തെറ്റിലേക്ക് പ്രേരിപ്പിക്കുന്ന, മനുഷ്യനോടൊപ്പം അനുഗമിക്കുന്നതായ ഒരു ഷൈത്താനുണ്ട് മനുഷ്യരോടൊപ്പം. ഫഇന്ന മഅഹു, റസൂലുള്ളാഹി പറയുന്നത്, ഒരുത്തൻ എന്ത് ചെയ്ത് നിസ്കരിക്കുകയാണ്, സുത്രയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുകയാണ്. അപ്പോൾ വേറൊരുത്തൻ കടന്നു വരികയാണ്. അപ്പോൾ അവനെ തടുത്ത് അവൻ വീണ്ടും വരികയാണ്. അപ്പോൾ ശക്തമായിട്ട് തടുക്കാൻ പറഞ്ഞു. കാരണം അവൻ്റെ കൂടെ ഖരീനുണ്ട്. ആ ഖരീനാണ് ഇവൻ എന്ത് ചെയ്യണത്? ആ നിസ്കരിക്കുന്നവൻ്റെ മുന്നിലൂടെ പോകാൻ അവനെ നിർബന്ധിക്കുന്നത്, അല്ലെങ്കിൽ അവനെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ഇത് വന്നതോടുകൂടി ഇത് വ്യക്തമായി. ഫൈന്നമാ ഹുവ ഷൈത്താൻ എന്ന് പറഞ്ഞാൽ ഈ ഖരീനിൻ്റെ പ്രേരണയാലാണ് എന്ത് ചെയ്യണത്? ഇവന് നിസ്കാരിക്കുന്നവൻ്റെ പ്രതിഫലത്തെ കുറക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അവൻ്റെ മുന്നിലൂടെ, സൂത്രൻ്റെ ഇടയിലൂടെ നടക്കുന്നത്. ഈ ഹദീസ് ഇത് വരാൻ ഇവിടെ ഉദ്ധരിക്കാനൊരു കാരണമുണ്ട്. ചില ഹദീസുകൾക്കുണ്ടല്ലോ, അതിന് ചിലപ്പം സബബുൽ ലി ഉറൂദും ഉണ്ടാകും, ചിലപ്പോൾ സബബുൽ ലി ഈറാദും ഉണ്ടാകും. ചില ആയത്തുകൾക്കുമൊക്കെ അങ്ങനെ തന്നെയാണ്. രണ്ട് സബബ് പറയും. ഒന്ന് സബബുൽ ഉറൂദ്, മറ്റൊന്ന് സബബുൽ ഈറാദ്. ഹദീസിനെ ചിലപ്പോൾ ഒരു ഹദീസിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് സബബ് വരും. ഒന്ന് സബബുൽ ഉറൂദ്, മറ്റൊന്ന് സബബുൽ ഈറാദ്. ഈ ഹദീസിന് ഒരു സബബുൽ ഈറാദ് ഉണ്ട് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരിങ്ങനെ പറയുമ്പോൾ എന്താ അതിൻ്റെ ഉദ്ദേശം? സബബുൽ ഉറൂദും സബബുൽ ഈറാദും. അതായത് ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്ത്? ഒരിക്കൽ ഒരാൾ ഉളു ചെയ്തിട്ട് കാലിൽ നഖത്തിൻ്റെ വലുപ്പത്തിൽ വെള്ളം നനഞ്ഞിട്ടില്ല ഉളുവിൻ്റെ മഹലിൽ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വൈലുൽ ലിൽ അഅഖാബി മിനന്നാർ,
ഒന്നു ചെയ്തപ്പോൾ പിന്നെ വെള്ളം നനയാത്ത മടമ്പും കാലുകൾ നരകത്തിലാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഹദീസ് വൈലുൽ ആഖാബി മിനന്നാർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ എന്തുണ്ടായി? അവിടെ ഒരു കാരണം ഉണ്ടായി. അതെന്താ? ഒരു വ്യക്തിൻ്റെ കാലിൽ വെള്ളം നനയാത്താണ്. അപ്പോൾ വൈലുൽ ആഖാബ് പറയാനുള്ള കാരണം അവിടെ ഉണ്ടായി. അതാണ് സബബുൽ ഉറൂദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹദീസ് പറയാനുള്ള കാരണം. അതിനാണ് സബബുൽ ഉറൂദ് എന്ന് പറയുക. സബബുൽ ഈറാദ് എന്ന് പറഞ്ഞാൽ ആ റസൂലുള്ള പറഞ്ഞ ഹദീസിനെ റാവി പിന്നീട് ഒന്ന് എടുത്ത് പറയാൻ അവിടെ വേറെ കാരണം ഉണ്ടാവും. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാനൊരു കാരണം ഉണ്ടാവും. അതാണ് സബബുൽ ഉറൂദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിനെ പിന്നീട് റാവി എടുത്തുദ്ധരിക്കാൻ വേറെ കാരണം ഉണ്ടാവും. അതിനാണ് എന്ത് പറയുക? സബബുൽ ഈറാദ് എന്ന് പറയാം. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവും അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവും ഹജ്ജിൽ മിനയിലാണ്. അപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കുറച്ച് പ്രായമായിട്ടുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിലാണ്. അപ്പോൾ ഇബ്നു മസ്ഊദിന് കുറേ വയസ്സായിക്കണ്. അപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പിന്നെ നല്ലൊരു പെൺകുട്ടിയുണ്ട്, പ്രായം കുറഞ്ഞ ഒരു പെൺകുട്ടിയുണ്ട്, യുവതിയായ ഒരു പെൺകുട്ടിയുണ്ട്. ഞാൻ നിങ്ങൾക്ക് അവരെ കല്യാണം കഴിച്ചു തരാം, നിങ്ങൾക്ക് നിങ്ങളുടെ ഗതകാലത്തെ അനുസ്മരിക്കാം എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ആരോട്? ഇബ്നു മസ്ഊദിനോട് പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു തരാം, നിങ്ങൾക്ക് അവളോടൊത്തുള്ള ജീവിതത്തിൽ നിങ്ങളുടെ ഗതകാലത്തെ അനുസ്മരിച്ച് ജീവിക്കാം എന്ന് പറയണം. അപ്പോൾ അവിടെ വെച്ച് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസ് ഉദ്ധരിച്ച്. എന്താ ഹദീസ്? ഞങ്ങൾ യുവാക്കളായിട്ട്, ഇബ്നു മസ്ഊദ് പറയുന്നത്, ഞങ്ങളെല്ലാവരും യുവാക്കളായിരിക്കെ ഞങ്ങളിത് കല്യാണം കഴിക്കാനുള്ള വകുപ്പില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് സമ്പത്ത് ഞങ്ങളെടുത്തില്ല എന്ന് കണ്ടപ്പോൾ, യാ മഅ്ശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫലിയതസവ്വജ്. യുവാക്കളെ, നിങ്ങളിൽ വിവാഹം കഴിക്കാനുള്ള ശേഷി എത്തിയവർ അവർ വിവാഹം കഴിക്കട്ടെ. എന്നിട്ട് പറഞ്ഞ് റസൂലുള്ളാഹി, ഇനി ഒരാൾക്ക് വിവാഹം കഴിക്കാനുള്ള ശേഷി വകുപ്പ് കാണുന്നില്ല എങ്കിൽ അയാൾ നോമ്പ് അനുഷ്ഠിക്കട്ടെ, കാരണം നോമ്പ് അവനൊരു മറയാണ് എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുവാക്കളോട് നോമ്പ് എടുക്കാൻ പറഞ്ഞു. കാരണം നോമ്പ് പിന്നെ വിവാഹം കഴിക്കാൻ പറഞ്ഞ്, വിവാഹം അത് ദൃഷ്ടിയെ താഴ്ത്തുവാനും ഗുഹ്യാവയവത്തെ സംരക്ഷിക്കാനും കരണീയമാണ്. ഇനി വിവാഹം കഴിക്കാനുള്ള ശേഷിയില്ലാത്തവർ അവർ നോമ്പെടുക്കട്ടെ, നോമ്പ് അവന് സുരക്ഷയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ആര് പറഞ്ഞ്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവിടെ എടുത്ത് ഉദ്ധരിച്ചു. ആരോട്? എന്ന് പിൽക്കാലത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുവ സമൂഹത്തെ വിളിച്ചിട്ടാണ് വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ആജ്ഞാപിച്ചത് എന്നുള്ളത് ഇബ്നു മസ്ഊദ് ഉസ്മാൻ റളിയല്ലാഹു തആലയോട് പറഞ്ഞു. അപ്പോൾ ആ ഹദീസ് ഇബ്നു മസ്ഊദ് ഉദ്ധരിക്കുവാൻ എന്തുണ്ട്? അവിടെ കൊണ്ടുവരാൻ ഒരു സബബുണ്ട്. അതിനാണ് സബബുൽ ഈറാദ് എന്ന് പറയുക. റസൂലുള്ള പണ്ട് പറഞ്ഞതിനെ എടുത്തുദ്ധരിക്കുക, അതിനാണ് സബബുൽ ഈറാദ് എന്ന് പറയുക. എന്നാൽ റസൂലുള്ള ഒരു കാരണത്താൽ പറഞ്ഞതിനോ അതിന് സബബുൽ ഉറൂദ് എന്നാണ് പറയുക. നമ്മളുടെ മുമ്പിലുള്ള ഈ ഹദീസ്, ഇതിന് സബബുൽ ഉറൂദാണോ ഉള്ളത്, സബബുൽ ഈറാദാണുള്ളത്? ഒരു സബബുൽ ഈറാദാണുള്ളത് ഇതിന്. കാരണം എന്താ? ഇത് പിന്നീട് അബൂ സഈദ് അൽ ഖുദരി എടുത്ത് ഉദ്ധരിക്കുകയാണ് ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ. അതെന്താ? അബൂ സഈദ് അൽ ഖുദരി ഒരു വെള്ളിയാഴ്ച ദിവസം നിസ്കരിക്കുമ്പോൾ ഇബ്നു മുഈത്തിൻ്റെ ബനു അബി മുഈത്തിലെ ആ കുടുംബത്തിലെ ഒരു യുവാവ് എന്ത് ചെയ്ത്, ഇബ്നു മസ്ഊദ് നിസ്കരിക്കുമ്പോൾ, അബൂ സഈദ് അൽ ഖുദരി നിസ്കരിക്കുമ്പോൾ കടന്നു വന്ന് അപ്പോൾ ഈ അബൂ സഈദ് അൽ ഖുദരി അയാളെ നെഞ്ഞത്ത് ഇങ്ങനെ ഉന്തി. കാരണം അബൂ സഈദ് ഖുദരി മറയിലേക്കാണ് നിസ്കരിക്കുന്നത്. അപ്പോൾ ഇയാൾ കടന്നു വരികയാണ്. ഇബ്നു അബി മുഈത്തിൻ്റെ അല്ലെങ്കിൽ ബനു അബി മുഈത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു യുവാവാണ് കടന്നു വരുന്നത്. അപ്പോൾ ഇബ്നു മസ്ഊദ് എന്ത് ചെയ്ത് അയാളുടെ നെഞ്ചത്ത് പിടിച്ചിട്ട് തള്ളി. അയാൾ പോയിട്ട് എന്ത് ചെയ്ത് വീണ്ടും വന്ന് അപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല വീണ്ടും എന്ത് ചെയ്ത് അയാളെ ശക്തമായിട്ട് തടഞ്ഞ്. എന്നിട്ട് സലാത്ത് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അബൂ സഈദ് അൽ ഖുദരി ഉദ്ധരിക്കുകയാണ് ഈ സംഭവം. റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, ഇദാ സല്ല അഹദുക്കും ഇലാ ഷൈഇൻ യസ്തറുഹു മിനന്നാസ് ഫഅറാദ അഹദുൻ അൻ യജ്താസ ബൈന യദൈഹി ഫലിയദ്ഫഉഹു ഫഇൻ അബ ഫലിയുഖാതിൽഹു ഫഇന്നമാ ഹുവ ശൈത്താൻ.
കണ്ടോ? അപ്പോൾ പിൽക്കാലത്ത് പണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിനെ പിൽക്കാലത്ത് റാവി എടുത്തു ഒരു കാരണത്താൽ എടുത്തുദ്ധരിക്കുന്നതിന് എന്ത് പറയാം? സബബുൽ ഇറാദ് എന്ന് പറയാം. അപ്പോൾ ഈ ഹദീസിന് എന്തുണ്ട്? ഈ ഹദീസ് ഇവിടെ അബൂ സഈദ് അൽ ഖുദരി പറയാൻ ഒരു സബബുൽ ഇറാദ് ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ അതിനൊരു കാരണം ഉണ്ടെങ്കിൽ എന്താ പറയുക? സബബുൽ ഉറൂദ് എന്നാണ് പറയുക. അതാണ് ഈ പദപ്രയോഗത്തിൻ്റെ പ്രത്യേകത, ഈ പ്രയോഗങ്ങളുടെ പ്രത്യേകത. പിന്നെ ഈ ഹദീസ് എടുത്ത് ധരിച്ചിട്ട് അതിനെ ഷറഹ് ചെയ്യുമ്പോൾ പണ്ഡിതന്മാർ പറയും ഈ ഹദീസിനൊരു സബബുൽ ഇറാദ് ഉണ്ട് എന്ന് പറയും. സബബുൽ ഇറാദ്, അതുകൊണ്ട് ഉദ്ദേശം ഇപ്പം ഞാൻ ഉണർത്തിയതാണ്. ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ നിസ്കരിക്കുന്നവരുടെ മുന്നിലൂടെ നടക്കുന്നത് വലിയ തെറ്റാണ്. നമസ്കരിക്കുന്നവരുടെ മുന്നിലൂടെ നടക്കുന്നത് വലിയ തെറ്റാണ്. കാരണം എന്താ? റസൂലുള്ള പറഞ്ഞ എന്താണ്? അങ്ങനെ നടക്കുന്നവനെ പിടിച്ച് തള്ളാനാണ്, ഇല്ലെങ്കിൽ അവനോട് മുഖാത്തലത്ത് നടത്താനാണ്. മുഖാത്തല പറഞ്ഞാൽ ശക്തമായി തൂക്കിൽ തള്ളാനാണ്. മനസ്സിലായോ? അതാണ് ഒന്നാമത്തെ ഹദീസ്. രണ്ടാമത്തെ ഹദീസ്, وعن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال إذا صلى أحدكم فليجعل تلقاء وجهه شيئا فإن لم يجد فلينصب عصا فإن لم يكن فليخط خطا ثم لا يضره من مر بين يديه. أخرجه أحمد وصححه ابن حبان. كيف أخرجه أحمد وابن ماجه وصححه ابن حبان ولم يصب من زعم أنه مضطرب والحديث حسن بل هو حسن. طيب അതിലും ഇതേപോലെ ചില വിഷയങ്ങളുണ്ട്. وعن أبي هريرة رضي الله عنه അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ സല്ല അഹദുക്കും, നിങ്ങളിൽ ഒരാൾ നമസ്കരിച്ചാൽ, ഫലിയജ്അൽ, അവൻ നിശ്ചയിക്കട്ടെ, അവൻ വെക്കട്ടെ, തിൽഖാ വജിഹി, അവൻ്റെ മുഖത്തിന് നേരെ, തിൽഖാ വജിഹി പറഞ്ഞാൽ അവൻ്റെ മുഖത്തിന് നേരെ, ഷൈഅൻ, വല്ലതും. അപ്പോൾ ഇദാ സല്ല അഹദുക്കും, നിങ്ങളൊരാൾ നമസ്കരിച്ചാൽ, ഫലിയജ്അൽ തിൽഖാ വജിഹിഹി ഷൈഅ, നിസ്കരിച്ചാൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം എന്താ? നമസ്കാരം ഉദ്ദേശിച്ചാൽ അവൻ തൻ്റെ മുഖത്തിന് നേരെ വല്ലതും അവൻ നിശ്ചയിക്കട്ടെ, വെക്കട്ടെ. ഫലിയജ്അൽ തിൽഖാ വജിഹി ഷൈഅ ഫഇൻ ലം യജിദ്, അവൻ തൻ്റെ മുമ്പിൽ വെക്കാൻ കണ്ടിട്ടില്ല എങ്കിൽ, ഒന്നും കണ്ടിട്ടില്ല എങ്കിൽ, ഫൽയൻസിബ് അസൻ, അവനൊരു വടി നാട്ടട്ടെ. ഫൽയൻസിബ്, അവൻ നാട്ടട്ടെ, അസൻ, ഒരു വടി. അസ എന്ന് പറഞ്ഞാൽ വടി. ഫഇല്ലം യകുൻ അസൻ എന്നർത്ഥം. വടി ഇല്ലെങ്കിൽ ഫല്യഖുത്ത ഖത്തൻ, ഫല്യഖുത്ത, അവൻ വരക്കട്ടെ, ഖത്തൻ, ഒരു വര. ഫല്യഖുത്ത ഖത്തൻ, അവനൊരു വര വരക്കട്ടെ. സുമ്മ, അതിൽ പിന്നെ, ലാ യദുറുഹു, അവന് പ്രശ്നമില്ല, മൻ മറ ബൈന യദൈഹി, അവൻ്റെ മുന്നിലൂടെ നടന്നു പോയവർ. സുമ്മ ലാ യദുറുഹു, പിന്നീട് അവന് പ്രശ്നമില്ല, മൻ മറ ബൈന യദൈഹി, അവൻ്റെ മുന്നിലൂടെ നടന്ന് പോയവർ. അവന് പ്രശ്നമില്ല എന്നാണ് എന്താ? അവൻ്റെ നമസ്കാരത്തിൻ്റെ കൂലി കുറക്കുകയോ അല്ലെങ്കിൽ നമസ്കാരത്തിൻ്റെ പിന്നെ പ്രതിഫലം പോക്കുകയോ ഒന്നുമില്ല എന്നർത്ഥം. അഖ്റജഹു അഹ്മദ്, ഈ ഹദീസിനെ ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്തു. ഇബ്നു മാജയും അവരല്ലാത്തവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വസഹഹു ഇബ്നു ഹിബ്ബാൻ, ഈ ഹദീസിനെ ഇബ്നു ഹിബ്ബാൻ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചു. ഇബ്നു ഹിബ്ബാൻ, ദാറഖുത്നി, ഇവരൊക്കെ അതിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അലി ഇബ്നുൽ മദീനി, അവരൊക്കെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചവരാണ്. പക്ഷേ ഹദീസിനെ ഇമാം അഹ്മദ്,
ഇബ്നു ഹിബ്ബാൻ, അലി ഇബ്നുൽ മദീനി, ദാറഖുത്നി ഇവരൊക്കെ സഹി എന്ന് വിശേഷിപ്പിച്ചപ്പോൾ ഇമാം ഷാഫിഈ, ഇമാം നവവി, ഇമാമുൽ ബൈഹഖി, ഇമാമുൽ ബഗവി ഇവരൊക്കെ അത് ദഈഫാണെന്ന് പറഞ്ഞു. ഇമാം ഷാഫിഈ, നവവി, ബൈഹഖി, അതേപോലെ തന്നെ ഇമാമുൽ ബഗവി ഇവരൊക്കെ ഈ ഹദീസ് ദഈഫാണ് എന്നുള്ള പക്ഷക്കാരാണ്. ഇബ്നു സലാഹ് ആ വീക്ഷണക്കാരനാണ്. ഇമാം ബൈഹഖി ഈ ഹദീസ് ദഈഫാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഹദീസ് അമലെടുക്കാം എന്നുള്ള അഭിപ്രായക്കാരനാണ്. എന്ന് പറഞ്ഞാൽ ദുർബലത നേരിയ ദുർബലതയാണ് എന്നുള്ള അർത്ഥത്തിൽ. ഇവിടെ ഇബ്നു ഹജറും ഈ ഹദീസ് കൊണ്ട് തെളിവെടുക്കാമെന്നുള്ള പക്ഷക്കാരനാണ്. അതുകൊണ്ടാണ് ഹദീസിൻ്റെ അവസാനത്തിൽ വലം യുസിബ് മൻ സഅമ അന്നഹു മുൽത്തറബ് ബൽ ഹുവ ഹസനുൻ, ഹദീസ് ഹസനാണെന്ന് പറയുന്നത് ഇമാം ഇബ്നു ഹജർ. ഇതിൻ്റെ ഉദ്ദേശം ഞാൻ പറയാം. ഈ ഹദീസിൻ്റെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. റാവിമാർ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തപ്പോൾ ഹദീസ് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇത് സഹീഹാണോ ദഈഫാണോ എന്ന വിഷയത്തിൽ. സഹീഹാക്കിയവരെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ദഈഫാക്കിയവരെ കുറിച്ച് പറഞ്ഞു. അതിൽ ചില വിഷയങ്ങൾ പറയാം. വലം യൂസിബ് ഇബ്നു ഹജർ പറയാണ്. ഈ ഹദീസ് ആരെ കൊടുക്കണേ? ഇവിടെ ബുലൂഗുൽ മറാമിൽ ഇബ്നു ഹജർ കൊടുക്കുകയാണ്. എന്നിട്ട് ഹദീസ് കൊടുത്തിട്ട് ഇബ്നു ഹജർ പറയാണ് വലം യൂസിബ്, ശരിയായ നിലപാടല്ല സ്വീകരിച്ചത്. ആര്? മൻ സഅമ, വാദിച്ചവർ, അന്നഹു മുൽത്തറബ്, ഈ ഹദീസ് മുൽത്തറബാണെന്ന്. ഈ ഹദീസ് മുൽത്തറബാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അവരുടെ നിലപാട് വലം യുസിബ്, ശരിയല്ല എന്നാണ് അവർ പറയണത്, ഇബ്നു ഹജർ പറയണത്. മനസ്സിലായ? ഈ പറഞ്ഞത് എന്താ? വലം യുസിബ്. ഇബ്നു ഹജർ റഹിമഹുള്ള പറയാണ് ശരിയായില്ല, ശരിയായ നിലപാടായില്ല. ആരുടേത്? മൻ സഅമ അന്നഹു മുൽത്തറബ്, ഈ ഹദീസ് മുൽത്തറബാണ് എന്ന് പറഞ്ഞവരുടേത്. ബൽ ഹുവ, എന്നിട്ട് ഇബ്നു ഹജർ പറയാണ് ബൽ, പ്രത്യുത ഈ ഹദീസ്, ഹുവ, ഈ ഹദീസ് ഹസനുൻ, ഹസനാകുന്നു. ഹസൻ എന്ന് പറഞ്ഞാൽ എന്താ? തെളിവെടുക്കാവുന്ന ഹദീസാകുന്നു എന്നർത്ഥം. എന്താ ഈ മുൽത്തറബായ ഹദീസ്? ചിലരിത് മുൽത്തറബാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ചിലരിത് മുൽത്തറബാണ്. എന്താ മുൽത്തറബ് പറഞ്ഞാൽ? മുൽത്തറബ് എന്ന് പറഞ്ഞാൽ ഒരു ഹദീസിനെ വിവിധ നിലക്ക് റിപ്പോർട്ട് ചെയ്യലാണ്. ഒരു ഹദീസിനെ വിവിധ നിലക്ക് റിപ്പോർട്ട് ചെയ്യുക. വിവിധ നിലക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഹദീസിൻ്റെ അറിയിപ്പുകളും ഭിന്നമായിരിക്കും, വ്യത്യസ്തമായിരിക്കും. ചില ഹദീസുകളുണ്ടല്ലോ പല റിവായത്തുകളിലൂടെ വരും, പക്ഷേ അതൊക്കെ വൈരുദ്ധ്യമല്ലാത്ത രീതിയിൽ, വ്യത്യസ്തമല്ലാത്ത രീതിയിലാണ് ഹദീസുകൾ അറിയിക്കണമെങ്കിൽ പ്രശ്നമല്ല, അത് മുൽത്തറബല്ല. പക്ഷേ ചില ഹദീസുകൾ എന്ത് ചെയ്യും? വിവിധ രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടും. ആശയം എന്തായിരിക്കും? ഭിന്നമായിരിക്കും. ആശയവും ഭിന്നമായിരിക്കും. അതിനാണ് മുൽത്തറബ് എന്ന് പറയാം. അതിനാണ് മുൽത്തറബ് എന്ന് പറയാം. എങ്ങനെ? വാദിച്ചവൻ. സഅമ എന്ന് പറഞ്ഞാൽ വാദിച്ചു. മൻ സഅമ എന്ന് പറഞ്ഞാൽ വാദിച്ചവൻ. ഇത് മുസ്തലഹാണ്. മുസ്തലഹ് എന്ന് പറഞ്ഞാൽ ഹദീസിൻ്റെ നിദാനശാസ്ത്രം. ഇബ്നു ഹജർ പറയാണ് വലം യുസിബ്, ശരിയായ നിലപാടല്ല, ശരിയായില്ല. മൻ സഅമ, ജൽപ്പിച്ചവർ, അന്നഹു മുൽത്തറബ്, ഈ ഹദീസ് മുൽത്തറബാണെന്ന് ജൽപ്പിച്ചവരുടെ നിലപാട് ശരിയല്ല എന്നാണ് ഇബ്നു ഹജർ പറയുന്നത്. ഇത് മുൽത്തറബ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഹദീസിനെ വിവിധ വജ്ഹുകളിൽ റിപ്പോർട്ട് ചെയ്യലാണ്. ഒരു ഹദീസിനെ വിവിധ വജ്ഹിൽ. മനസ്സിലല്ലേ? ഇപ്പോൾ ഒന്ന് ഉദാഹരണത്തിന് നമുക്ക് പറയാം, പിന്നെ ചില റിപ്പോർട്ടുകളിൽ ഇപ്പോൾ നോമ്പെടുക്കാം, ചില റിപ്പോർട്ടുകൾ ഒരേ വിഷയത്തിൽ തന്നെ നോമ്പെടുക്കരുത്. അങ്ങനെയാണെങ്കിൽ എന്തായി? വേറെ വേറെ വജ്ഹിൽ വന്നു, വ്യത്യാസം വന്നില്ലേ? വ്യത്യാസം വന്ന് ചിലത് ഹലാലാണെന്ന് അറിയിക്കണം, ചിലത് ഹറാമാണെന്ന് അറിയിക്കണം. അതാണ് മുൽത്തറബ്. പക്ഷേ മുൽത്തറബെല്ലാം അങ്ങനെ ആവില്ല. ചില മുൽത്തറബുകൾ എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ അറിയിപ്പ് ഒരുപോലെയാണെന്നുള്ളത് സ്ഥാപിക്കാൻ പറ്റും. വൈരുദ്ധ്യത്തിൽ വ്യത്യസ്ത റിവായത്തുകൾ വരും. ഇബ്നു ഹജർ പറയുന്നത് അതാണ്. ഇബ്നു ഹജർ പറയുന്നത് ഈ ഹദീസ് മുൽത്തറബാണെന്ന് പറഞ്ഞവരുടെ നിലപാട് ശരിയല്ല. കാരണം എന്താ? ഇതിന് വേറെ വേറെ വജ്ഹുകൾ, റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഒരേ ആശയമാണ് അറിയിക്കുന്നത് എന്ന രീതിയിൽ ജമ്മ ചെയ്യാൻ പറ്റും എന്നാണ് ഇബ്നു ഹജർ പറയുന്നത്. ഇമാം ഇബ്നു സലാഹ് എന്ന് പറഞ്ഞാൽ ഹദീസിൻ്റെ നിദാനശാസ്ത്രത്തിൽ അഗ്രഗണ്യനായ പണ്ഡിതനാണ് ഇബ്നു സലാഹ്. ഇബ്നു ഹജറിനെ പോലെ തന്നെ ഇബ്നു സലാഹ് മുൽത്തറബായ ഹദീസിൻ്റെ നിർവചനം പറഞ്ഞപ്പോൾ ഉദാഹരണം പറഞ്ഞ ഈ ഹദീസാണ്. അതുകൊണ്ടാണ് ഇബ്നു ഹജർ ഇത് പറഞ്ഞത്.
ഇത് മുൽത്തറബാണ് എന്ന് പറഞ്ഞവരുടെ നിലപാട് ശരിയായില്ല. ഇബ്നു സലാഹ് ഈ ഹദീസിനെയാണ് മുൽത്തറബായ ഹദീസിന് ഉദാഹരണമായിട്ട് കൊടുത്തത്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഈ ഹദീസ് അതിൻ്റെ വിഷയത്തിൽ സുഫിയാൻ ഇബ്നു ഉയൈന ഈ ഹദീസ് ദുർബലമാണ് എന്ന് പറഞ്ഞ പണ്ഡിതനാണ്. പിന്നെ അതേപോലെ ഇമാം ഷാഫിഈ, നവവി, ഇമാം ബൈഹഖി ഇവരൊക്കെ. എന്നാൽ ഇമാം അഹ്മദ്, അതേപോലെ തന്നെ ഇബ്നു ഹിബ്ബാൻ, അലി ഇബ്നുൽ മദീനി, ഇമാം ദാറഖുത്നി ഇവരൊക്കെ ഈ ഹദീസിനെ തെളിവെടുത്ത് കൊള്ളാവുന്ന ഹദീസാണ് എന്ന് പിന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഹദീസിൽ ഈ റിവായത്തിൽ ഇഷ്കാലുണ്ടോ? സഹീഹാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുടെ പക്ഷം നമ്മൾ ബലപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ, ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ തൻ്റെ വജ്ഹിന് നേരെ അവൻ എന്ത് ചെയ്യട്ടെ, വല്ലതും വെക്കട്ടെ എന്നാണ്, സുത്ര വെക്കട്ടെ എന്നാണ്. ഒന്നും സുത്ര വെക്കാൻ കണ്ടിട്ടില്ലെങ്കിൽ ഫലി അൻസിബ് ഹസൻ, അവനെ ഒരു വടി നാട്ടട്ടെ എന്നാണ്. ഫഇല്ലം യകുൻ, വടിയും നാട്ടാൻ കിട്ടിയിട്ടില്ല എങ്കിൽ ഫല്യ ഹുത്ത ഹത്തൻ, അവനൊരു വര വരക്കട്ടെ എന്നാണ്. സുമലായ ദുർഹുമൻ മറ ബൈനയദൈ, പിന്നെ അവൻ്റെ മുന്നിലൂടെ ആരെങ്കിലും നടന്നു പോയിട്ടുണ്ടെങ്കിൽ അവൻ്റെ ബാധ്യത എന്താണ്? സുത്ര വെച്ച് നിസ്കരിക്കാണ്. സുത്ര വെക്കാതെ നിസ്കരിച്ചിട്ടുണ്ട് എങ്കിൽ എന്തായി? മുന്നിലൂടെ നടന്നു പോയിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ പ്രതിഫലം കുറഞ്ഞ്. അതേസമയം സുത്ര വെച്ചതിന് ശേഷം നടന്നു പോവുകയാണെങ്കിലോ ഇവൻ്റെ പ്രതിഫലം കുറയില്ല. കാരണം എന്താ? അവൻ്റെ ബാധ്യത അവൻ തീർത്തിട്ടുണ്ട്, പിന്നെ നടന്നു പോയവനാണ് കുറ്റം. മനസ്സിലായില്ലേ? ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഈ ഹദീസ് കൊണ്ട് തെളിവെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വിഷയം ഫല്യ ഹുത്ത ഹത്തൻ എന്നാണ്, വര വരക്കട്ടെ എന്നറിയില്ലേ? അപ്പോൾ ആ വരക്ക് ഒരാൾ എന്ത് ചെയ്ത് വരക്കാതെ ഈ സുജാദിൻ്റെ വര ഉണ്ടല്ലോ, അപ്പം സുജാദിൻ്റെ വര അതിനൊരാൾ അവലംബിച്ച് ഹദീസ് സഹീഹാണ് എന്ന് പറഞ്ഞവർക്ക് അത് മതി, സുജാദിൻ്റെ വര മതി. വരക്കുമ്പോൾ എങ്ങനെ വരക്കണം? നീളത്തിൽ വരക്കണോ അതല്ല വിലങ്ങിന് വരക്കണോ? എങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി? നീളത്തിലാണോ വരക്കേണ്ടത് അതല്ല വിലങ്ങിനെ വരക്കേണ്ടത്? എങ്ങനെ വരക്കേണ്ടത്? വടി വെക്കുകയാണെങ്കിൽ എങ്ങനെ വെക്കുക? കുത്തനെയാണ് വെക്കുക അല്ലേ? അപ്പോൾ ആ നിലക്ക് നോക്കുകയാണെങ്കിൽ വരക്കേണ്ടത് എങ്ങനെ? നീളത്തിലാതെ വിലങ്ങിനെ? നീളത്തിലാണ് വരക്കേണ്ടത്. അതാണ് ശ്രേഷ്ഠത. അതായത് സുജൂദ് ചെയ്യാനുള്ള സ്ഥലം ഇത്ര നീളത്തിൽ വരയ്ക്കുക. കാരണം എന്താ? പിന്നെ ഒരു സൂത്രം മറച്ചു വെക്കാനുള്ളത് കിട്ടിയിട്ടില്ല എങ്കിൽ വടി വെക്കാനാണ് പറഞ്ഞത്. വടി എങ്ങനെയാണുള്ളത്? വടി അത് വിലങ്ങിന് കുറയല്ല, പിന്നെ വടി നീളത്തിലാണുള്ളത്. ശരി. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു പിന്നെ ഹിലാലിൻ്റെ രീതിയിൽ വരയ്ക്കാൻ. ഹിലാൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇപ്പം നമ്മളെ മെഹ്റാബിൻ്റെ ആകൃതിയിൽ ഇങ്ങനെ ഹിലാലിൻ്റെ രീതിയിൽ വരയ്ക്കാൻ പറഞ്ഞു. എങ്ങനെയായാലും ഈ ഹദീസിനെ മുഖവിലൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ആൾ വരച്ചിട്ടുണ്ടെങ്കിൽ അത് ഇനി വിലങ്ങിന് വരച്ചാലും നീളത്തിൽ വരച്ചിട്ടുണ്ടെങ്കിലും അയാളുടെ എന്തായി? അയാളുടെ ബാധ്യത അയാൾ വീട്ടി പിന്നെ നടന്നു പോകുന്നവനാണ് കുറ്റം. ഹദീസിൻ്റെ സിഹത്തിൻ്റെ വിഷയത്തിൽ വലിയ സംസാരമുണ്ട്. പിന്നെ പ്രബലന്മാരാണ് എന്ത് ചെയ്യുന്നത്? ഇതിനെ ദുർബലം എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്. കാരണം ഹദീസ് മുത്തറബാണ് എന്നാണ് അവർ പറയുന്നത്. അതെ, ഇല്ലെങ്കിൽ വരക്കേണ്ടത് അവസാനമാണ്. ആഖിറുൽ ഇലാജ് അൽ കെയ് എന്ന് അറബിയിൽ പറയും. ആഖിറുൽ ഇലാജ്, ചികിത്സയിൽ അവസാനത്തെ ചികിത്സയാണ് എന്ത്? കെയ്യ് ചികിത്സ, ചൂട് വെക്കുന്ന ചികിത്സയാണ്. അതേപോലെ അവസാനത്തേതാണ് എന്ത്? വരക്കൽ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിലുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ ഇദാ സല്ല അഹദുക്കും ഫലിയജഅൽ തിൽഖാ വജ്ഹി ഷൈഅൻ എന്നാണ്. വല്ലതും വെക്കട്ടെ എന്നാണ്. വല്ലതും എന്ന് പറഞ്ഞാൽ അതിലെന്തും പെട്ട്, വടിയും പെട്ടില്ലേ? വല്ലതും വെക്കാനാണ് പറഞ്ഞത്. വല്ലതും എന്നുള്ളതിൽ ഷൈഅൻ എന്നുള്ളതിൽ എന്തും പെട്ട്, ഈ വടിയും പെട്ട്. പിന്നെ വടിയെ പ്രത്യേകം എടുത്ത് പറഞ്ഞാൽ ഫഇല്ലം യജിദ് ഫലിയൻസിബ് ഹസൻ. ആ പ്രയോഗത്തിൽ എന്തുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ വല്ലതും വെക്കട്ടെ എന്ന് പറഞ്ഞ് കിട്ടിയിട്ടില്ല എങ്കിൽ വടി വെക്കട്ടെ എന്ന് പറഞ്ഞ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? വടി തന്നെ വെച്ചിട്ടുണ്ട്, വേറൊന്നും വെച്ചിട്ടില്ല. വടി മാത്രം വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചിട്ടുണ്ട്. ചില ഹദീസുകളിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനസയിലേക്ക് നിസ്കരിച്ചു എന്നാണ്. അനസ എന്താ? ഈ അനസ പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എന്താ? വടിയാണ്. അനസ എന്ന് പറഞ്ഞാൽ വടിയാണ്. ഒരു വടി കുത്തിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വടിയിലേക്ക്
നിസ്കരിച്ചു എന്നാണ്. ഈ അനസ ചിലപ്പോൾ ഇതുണ്ടല്ലോ അതിൻ്റെ അഗ്രഭാഗത്ത് ചിലപ്പം എന്ത് ചെയ്യും, ഒരു ഇരുമ്പിൻ്റെ ഇതുണ്ടാവും, മൂർച്ചുള്ളത്, ഇരുമ്പിൻ്റെ വടി, ആ വടിൻ്റെ അഗ്രഭാഗത്തു നിന്നുണ്ടാവും ഒരു ഇരുമ്പിൻ്റെ കത്തി പോലെ മൂർച്ചുള്ളത്. അതിങ്ങനെ കുത്തിയൊക്കെ അവനൊക്കെ പെട്ടെന്ന് പറ്റും. അതിനാണ് അനസ എന്ന് പറയുക. റസൂലുള്ളാഹി അനസയിലേക്ക് നിസ്കരിച്ചിട്ടുണ്ട്. ഇവിടെ അനസികളെ കേട്ടിട്ട് നിങ്ങൾ അറബി ഗോത്രങ്ങളിലെ അനസികളെ കേട്ടിട്ടില്ല? അനസി എന്ന് പറയുന്ന അറബ് ഗോത്രങ്ങളില്ലേ, കഹ്താനി എന്നൊക്കെ പറയും പോലെ. അനസി അറിയപ്പെട്ട ഗോത്രമല്ല അനസി. അനസികളുണ്ട്. ഈ അനസികളുടെ ബഹുവചനാണ് അനസ എന്നുള്ളത്. ആ ഗോത്രത്തിൻ്റെ പേരാണ് അനസ. അതുകൊണ്ട് തന്നെ ഈ അനസ എന്താണെന്ന് തിരിയാത്ത ചിലർ ആ ഗോത്രത്തിൻ്റെ മഹത്തായിട്ട് ഈ ഹദീസിനടുത്ത് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളെ ഗോത്രത്തിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി അനസയിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചാറല്ലേ, അത് ഞങ്ങളെ ഗോത്രത്തിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചാണ് ഞങ്ങളുടെ പ്രത്യേകതയാണ്. യഥാർത്ഥത്തിൽ അവിടെ അനസാറിൻ്റെ ഉദ്ദേശം എന്താണ്? ഈ വടിയാണ്. അത് വടിയാണ് എന്ന് തിരിയാത്തവന് ഇത് ഞങ്ങളെ ഗോത്രമാണ്, ആ പിന്നെ അനസികളുടെ ഉള്ളതാണ് ഇവിടെ ഉദ്ദേശം, അത് ഞങ്ങളുടെ പിന്നെ മഹത്താണെന്ന് പറഞ്ഞ് ഹദീസുകളിൽ എൻ്റെ ഷറഹുകളിൽ കാണാം. ഈ ഹദീസുകളെ പിന്നെ സ്ഥാനം തെറ്റിച്ചിട്ട് ഉപയോഗിക്കുകയും അതിൻ്റെ ആശയത്തെ കൂട്ടി മാറ്റിയിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നവരുടെ ചരിത്രം പറയുമ്പോൾ ഇത് പറഞ്ഞ് കാണാൻ സാധിക്കും. ഈ ഉദാഹരണം അലാ കുല്ലിൻ. ഇപ്പോൾ ഈ ഹദീസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയത്, ഇദാ സല്ല അഹദുക്കും ഫല്യജഅൽ തിൽഖാ വജ്ഹിഹി ഷൈഅൻ ഫഇൻ ലം യജിദ് ഫല്യൻസിബ് അസാ ഫഇൻ ലം യകുൻ ഫല്യഖുത്ത ഖത്താ ثم لا يضره من مر بين يديه. طيب ഇനി മൂന്നാമത്തെ ഹദീസ്. وعن أبي سعيد الخدري رضي الله عنه قال رسول الله صلى الله عليه وسلم لا يقطع الصلاة شيء وادرؤوا ما استطعتم. أخرجه أبو داود. أخرجه أبو داود. في سنده ضعف. في سنده ضعف. طيب وعن أبي سعيد الخدري رضي الله عنه. أبو سعيد الخدري നിവേദനം. قال رسول الله صلى الله عليه وسلم, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യഖ്തഉ സ്വലാത്ത, നമസ്കാരത്തെ മുറിക്കുകയില്ല, ഷൈഉൻ, ഒന്നും, യാതൊന്നും നിസ്കാരത്തെ മുറിക്കൂല, നഷ്ടമാക്കൂല, പാഴാക്കൂല. വദ്റഉ, നിങ്ങൾ തടുക്കണം, മസ്തതഅതും, നിങ്ങൾക്ക് കഴിയുന്നത്ര. മസ്തതഅതും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കഴിയുന്നത്ര, നിങ്ങൾ കഴിയുന്നത്ര നിങ്ങൾ തടുക്കണം. അഖ്റജഹു അബൂദാവൂദ്. ഇമാം അബൂദാവൂദ് ഈ ഹദീസിനെ റിവായത്ത് ചെയ്തു. വഫീഹി ദഅഫുൻ, അതിൽ ദുർബലത ഉണ്ട്. ഈ ഹദീസ് എന്താ പറയിക്കണത്? ഈ ഹദീസ് ദുർബല, എന്തേ ഹദീസ് ദുർബല എന്ന് പറഞ്ഞത്? അത് ദുർബല എന്ന് പറയാൻ കാരണം മുജാലിദ് ഇബ്നു സഈദ് അൽ ഹമദാനി എന്ന് പറഞ്ഞ റാവിയുണ്ട്. മുജാലിദ് ഇബ്നു സഈദ് അൽ ഹമദാനി, അയാൾ തീരെ ദുർബലനായ റാവിയാണ്. മുജാലിദ് ഇബ്നു സഈദ് അൽ ഹമദാനി, ആ റാവിയാണ് ഇതിൻ്റെ പ്രശ്നം. ഇമാം യഹ്യ ബിൻ മഈൻ പറഞ്ഞു, ലാ യുഹ്തജ് ബി, ഇയാളെ തെളിവിന് എടുക്കാൻ പറ്റിയ ആളല്ല. മുജാലിദ് ഇബ്നു സഈദ് അൽ ഹമദാനി, ലാ യുഹ്തജ് ബിഹി, ഇയാളെ തെളിവെടുക്കാൻ പറ്റിയ ആളല്ല. ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞു, ലൈസ ബിഷൈ. എന്താ ലൈസ ബിൻ ഷൈ? ലൈസ ബിഷൈ എന്നാണ് എന്താ? ഒന്നിനും പറ്റാത്ത ജാതിയാണ്, ഒന്നിനും പറ്റാത്തവനാണ്. അപ്പം മുജാലിദ് ഇബ്നു സഈദ് അൽ ഹമദാനി ഈ ഹദീസിൻ്റെ സനദിലുള്ളത് കൊണ്ടാണ് ഇബ്നു ഹജർ പറഞ്ഞത് വഫീഹി ദഅഫുൻ, അതിൽ ദുർബലത ഉണ്ട് എന്ന് പറഞ്ഞു. മനസ്സിലായ? അഖ്റജഹു അബൂദാവൂദ്. ഈ അഖ്റജഹു അബൂദാവൂദ് എന്നൊക്കെ ആരാ പറയണത്? ഇബ്നു ഹജറാ പറയണത് ബുലൂഗുൽ മറാമിൽ. വഫീഹി ദഅഫുൻ, അതിൽ ദുർബലത ഉണ്ട്. ആ ദുർബലത ഇയാളാണ്, മുജാലിദ് ഇബ്നു സഈദ് അൽ ഹമദാനി. തയ്യിബ്. പിന്നെ ഈ ഹദീസിൻ്റെ മത്തിന് നോക്കുകയാണെങ്കിൽ നിങ്ങൾ, ലാ യഖ്തഉ സലാത്ത ഷൈഉൻ, നിസ്കാരത്തെ ഒന്നും മുറിക്കൂല എന്നാണ്. അതിപ്പോൾ എങ്ങനെ? അബൂദർ റളിയല്ലാഹുവിൻ്റെ ഹദീസ് നമ്മൾ പഠിച്ച് അല്ലേ കഴിഞ്ഞ ആഴ്ച. അതിലെന്താ ഉള്ളത്? അബൂദറിൻ്റെ ഹദീസിൽ എന്താ ഉള്ളത്?
അബൂദറിൻ്റെ ഹദീസിൽ എന്താ ഉള്ളത്? സ്ത്രീകളും കഴുതയും കറുത്ത നായയും നിസ്കാരത്തെ മുറിക്കും. ആ ഹദീസ് ഇമാം മുസ്ലിമിൻ്റെ ഒരു ഹദീസാണ്. അത് സഹീഹായ ഹദീസാണ്. അപ്പോൾ സഹീഹായ ഹദീസിനോട് ഇത് എതിരാകാണ്. ഈ ഹദീസിൻ്റെ ആദ്യ ഭാഗം ലാ യഖ്തഉ സ്വലാത്ത് ഷൈഉൻ എന്നുള്ളത് സഹീഹായ ഹദീസിനോട് എതിരാകാണ്. അതിൽ പറയാണ് ഇങ്ങനെ 3 കൂട്ടർ നിസ്കാരത്തെ മുറിക്കും എന്നുള്ളത്. അപ്പോൾ ഇത് മുറിക്കൂല പറഞ്ഞാലോ? മനസ്സിലായില്ല, അതിനോട് എതിരായി. അതൊരു വിഷയം. വദ്റഉ മാശിയത്ത് എന്ന് പറഞ്ഞാലോ, നിങ്ങൾ കഴിയുന്നത്ര തടുക്കണം എന്നാണ്. ആരെ തടുക്കണം? ആ മുന്നിലൂടെ നടക്കുന്നവരെ. അതോ ഈ ഹദീസിൻ്റെ 2ാം ഭാഗം അത് സഹിയാ ദഈഫ? അതിൻ്റെ ആശയം സഹിയാണ് അല്ലേ? അതല്ലേ നമ്മൾ ഇവിടെ പഠിച്ചത്. ഫൈൻ അബ ഫല്യുഖാതിൽഹു ഫല്യദ്ഫഉ എന്നൊക്കെ പറയല്ലേ, തടുക്കാൻ പറഞ്ഞു. അപ്പോൾ വദ്റഉ മാശിയത്തും മസ്തതഅതും, നിങ്ങൾ കഴിയുന്നത്ര മുന്നിലൂടെ നടക്കുന്നവരെ തടുക്കണം. അപ്പോൾ ഈ ഹദീസിൻ്റെ ആദ്യ ഭാഗം, ഒന്നാമത്തെ ഹദീസ് ദുർബലാണ്. ഈ ഹദീസിൻ്റെ ആദ്യ ഭാഗം അത് സഹിഹായ ഹദീസിന് എതിരുമാണ്. സഹിഹായ ഹദീസിന് എതിരുമാണ്. കാരണം സഹിഹായ ഹദീസിൽ പറഞ്ഞത് 3 കൂട്ടർ എന്ത് ചെയ്യും? നിസ്കാരത്തെ മുറിക്കും എന്നുള്ളതാണ്. ഹദീസ് തീർത്തും ദുർബലാണ്. തെളിവെടുക്കാൻ പറ്റാത്ത ഹദീസാണ്. ചിലർ പറഞ്ഞ് ഈ ഹദീസ് അബൂദറിൻ്റെ ഹദീസിനെ നസ്ഖ് ചെയ്തിട്ടുണ്ട്. ഈ ഹദീസ് അബൂദറിൻ്റെ ഹദീസിനെ നസ്ഖ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാണ്? ഈ ഹദീസ് അബൂദറിൻ്റെ ഹദീസിനെ നസ്ഖ് ചെയ്തെന്നാണ് എന്താർത്ഥം? സ്ത്രീകൾ, കഴുത, അതേപോലെ കറുത്ത പട്ടി അവർ നിസ്കരിക്കുന്നതിൻ്റെ മുന്നിലൂടെ പോയിട്ടുണ്ടെങ്കിൽ എന്താവില്ല? നിസ്കാരത്തെ മുറിക്കൂല. കാരണം ഈ ഹദീസ് എന്ത് ചെയ്തിട്ടുണ്ട്? അതിനെ ദുർബലപ്പെടുത്തിയിട്ടുണ്ടെന്നാണ്. പക്ഷേ അത് പണ്ഡിതന്മാർ ശക്തമായിട്ട് നിരൂപിച്ച്. കാരണം എന്താ? ഇത് അതിനെ ദുർബലപ്പെടുത്തണമെങ്കിൽ എന്ത് വേണം? ഇത് പിന്നീട് വന്നതാകണം, അതാദ്യം വന്നതാണ്. അപ്പോൾ ആ 2 ഹദീസിന് ഡേറ്റ് അറിയണം, താരീഖ്. ആ താരീഖ് മനസ്സിലാക്കാനുള്ള ഇതൊന്നുമില്ല. ഇതാണ് പിന്നീട് പറഞ്ഞത്, അതാദ്യം പറഞ്ഞാണെന്നുള്ളത് സ്ഥാപിക്കാനുള്ള ചരിത്ര റിപ്പോർട്ടുകളില്ല. മനസ്സിലായോ? പിന്നെ ഇത് അതിനെ ദുർബലപ്പെടുത്തണമെങ്കിൽ അതുപോലെ ഇത് ബലപ്പെട്ടതാകണം. ഇതെന്താ സാധനം? ഈ ഹദീസ് എന്താണ്? ഈ ഹദീസ് ദഈഫാണ്. അതുകൊണ്ട് തന്നെ ആ ഹദീസിനെ ഈ ഹദീസ് നസ്ഖ് ചെയ്യാൻ ഈ ഹദീസ് എന്തല്ല? ബലപ്പെട്ട ഹദീസല്ല, ഈ ഹദീസ് ദുർബലാണ്. വദ്റഉ മാസ്തതഅതു, നിങ്ങൾ കഴിയുന്നത്ര നിങ്ങൾ എന്ത് ചെയ്യണം? തടുക്കണം എന്ന് പറഞ്ഞത് ശരിയാണ്. മനസ്സിലായി? അത് കാരണം എന്താ? അത് വേറെ സഹിയായ റിവായത്തുകളിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിസ്കരിക്കുന്നവനും തൻ്റെ മുന്നിലൂടെ കടന്നു പോകുന്നവരെ തടുക്കണം അല്ലേ? ഇപ്പോൾ സ്ത്രീകളാണ് കടന്നു പോകണമെങ്കിലോ ഫല്യദ്ഫഉഹു ഫൈൻ അബ ഫല്യുഖാതിൽഹു, എങ്ങനെ തടുക്കുക? സ്ത്രീകളാണ് നടന്നു പോകുന്നതെങ്കിൽ നമ്മൾ നിസ്കരിക്കണം എന്നുള്ളത് അവരെ അറിയിക്കുക, അല്ലാതെ ശരീരത്തിൽ പിടിക്കാനോ തള്ളാനോ പാടുള്ളതല്ല, അറിയിക്കുക. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ സുത്രയിലേക്ക് നമ്മൾ അടുത്ത് നിൽക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചില സന്ദർഭങ്ങളിൽ ചുമരിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുമ്പോൾ റസൂൽ എന്തുണ്ട്? സുത്രയിലേക്ക് അടുത്ത് നിന്നതായിട്ട് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? സ്ത്രീകൾ കടന്നു പോവുകയാണ് എങ്കിൽ നമുക്ക് സുത്രയിലേക്ക് അടുത്ത് നിന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അവരെ വഴി തടുക്കാൻ പറ്റും, അവരെ മുന്നിലൂടെ പോകുന്നത് തടുക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അതാണ് അതിൽ ആ വിഷയത്തിൽ പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുള്ളത്. സുജൂദ് ചെയ്യാനുള്ള സ്ഥലം എത്രയാണോ, തൻ്റെ കാൽപാദം മുതൽ സുജൂദ് ചെയ്യാനുള്ള ഇടം വരെയാണ് സുത്ര വെക്കാനുള്ള ദൂരം. ചിലർ 3 ഇത് ദിറാഹ് പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുത്ര വെച്ചിട്ട് സുത്രയിലേക്ക് അടുത്ത് നിൽക്കുമായിരുന്നു എന്നാണ്. അപ്പോൾ സുത്ര അടുത്താകുക എന്നുള്ളതാണ്. കാരണം ആളുകൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല? അതല്ല, നമ്മൾ തടസ്സം ഉണ്ടാക്കാനും ഇടങ്ങേറുണ്ടാക്കാനും പാടില്ലതല്ല. അകറ്റി വെക്കാൻ പാടില്ല, അടുത്താണ് വെക്കേണ്ടത്. സുജൂദ് ചെയ്യാനുള്ള സ്ഥലം കണ്ടിട്ട് പിന്നെയാണ് സുത്ര വെക്കേണ്ടത്, അടുത്താണ് വെക്കേണ്ടത്. കാരണം റസൂൽ അതിലേക്ക് അടുത്ത് നിൽക്കുമായിരുന്നു എന്നാണ്, സുത്രയിലേക്ക്. ഹറമുകൾ അത് ഇസ്ലാമിലൊരു പൊതു തത്വമാണ്. അൽ മശക്കത്തു തജ്ലിബു തൈസീർ, പ്രയാസങ്ങൾ എളുപ്പത്തെ കൊണ്ടുവരുന്നുള്ളത്. അപ്പോൾ ഹറമിൽ നമ്മൾ ആളുകളെ തടുക്കുക എന്നുള്ളത് പ്രയാസമാണ്. മാത്രമല്ല സുത്ര വെച്ചിട്ട് നമ്മൾ നിസ്കരിക്കുക എന്നുള്ളത് തന്നെ പ്രയാസമായി വരും. മനസ്സിലായില്ലേ? പ്രത്യേകിച്ച് മത്താഫിലൊക്കെ. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ അതാണ് ശർഈയായ ഈ ഖായിദ പഠിപ്പിക്കുന്നത്. അൽ മശക്കത്തു, ഞെരുക്കങ്ങൾ, പ്രയാസങ്ങൾ, യജ്ലിബു തൈസീർ, എളുപ്പത്തെ കൊണ്ടുവരും.
അപ്പോൾ അതിലെന്തുണ്ടാവും, നമുക്ക് ഇളവുണ്ടാവും. പിന്നെ മാത്രമല്ല ഇത് പിന്നെ ഇവിടെ പിന്നെ സുത്ര വെക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുത്രയില്ലാതെ തന്നെ നിസ്കരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാൾ സുത്ര വെച്ചില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാകുന്ന വിഷയമല്ല. അപ്പോൾ ഇതൊരു അസീമത്തിൻ്റെ മസലയാണ്. സുത്ര വെക്കുക എന്നുള്ളത് ബലപ്പെട്ട കാര്യമാണ്. പക്ഷെ അതിൽ നമുക്ക് എന്തുണ്ടാകും, റുഖ്സ, ഇളവുണ്ടാകും സന്ദർഭങ്ങൾ. അതാണ് പിന്നെ തിരക്ക് കൂടിയ സന്ദർഭങ്ങളിലും അതേപോലെ തന്നെ അത്തരം സന്ദർഭങ്ങളിലാണെങ്കിൽ തടുക്കുക എന്നുള്ളത് മശക്കത്താണ്, പ്രയാസമാണ്. അത്തരം സന്ദർഭങ്ങൾ നമുക്ക് എന്തുണ്ട്, അതിലിളവുണ്ട്. സ്ത്രീകളാണെങ്കിലും മുന്നിലൂടെ പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതെന്താണ്, പ്രയാസത്തിൻ്റെ സന്ദർഭമാണ്, പിന്നെ അതിൽ നമുക്ക് ഇളവുണ്ട്. അപ്പോൾ ഇതാണ് നിസ്കാരത്തിൽ സുത്ര ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇബ്നു ഹജർ പിന്നെ ബുലൂഗുൽ മറാമിൽ നൽകിയ ഹദീസുകളുടെ ഹദീസുകൾ, അതിൻ്റെ വിശദീകരണം. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് ഖുശൂ ഫി സ്വലാത്ത്, നമസ്കാരത്തിലെ ഖുശൂവുമായി ബന്ധപ്പെട്ടുള്ളതായ അധ്യായമാണ്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് മുതൽ ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.